HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനോന സിദ്ധു, ശില്പ, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള അണ്ടർ വാട്ടർ പരിശോധന പൂർത്തിയായി. 93ാമത് ശിവഗിരി തീർത്ഥാടനം സമാപിച്ചു. ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവം കുറ്റപത്രം സമർപ്പിച്ച് റെയിൽവേ പോലീസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജനുവരി 9 വിരമിക്കുന്നതോടെ ചുമതലയേൽക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള അണ്ടർ വാട്ടർ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് കേരള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന പരിശോധനയാണ് പൂർത്തിയായത്. അണക്കെട്ടിന്റെ ജലത്തിനടിയിലുള്ള ഭാഗങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ഉന്നതാധികാര സമിതിക്ക് കൈമാറും. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുല്ലപ്പെരിയാറാണ് അണക്കെട്ടിന്റെ മേൽനോട്ടത്തിനായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അനിൽ ജെയിൻ അധ്യക്ഷനായ നിരീക്ഷണ സമിതി നിലവിലുണ്ട്. ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് അണക്കെട്ടിന്റെ ജലത്തിനടിയിലുള്ള ഭാഗങ്ങളുടെ ബലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. 93ാമത് ശിവഗിരി തീർത്ഥാടനം സമാപിച്ചു. ഭക്തിക്കും വിശ്വാസത്തിനും അപ്പുറം മാനവികതയുടെയും തുല്യതയുടെയും സന്ദേശമാണ് ശിവഗിരി തീർത്ഥാടനം ലോകത്തിന് നൽകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാം പൊരുതിത്തോൽപ്പിച്ച ജാതീയതയും വർഗീയതയും പുതിയ രൂപങ്ങളിൽ മടങ്ങിവരാൻ ശ്രമിക്കുകയാണ്. മനുഷ്യനെ തമ്മിലകറ്റുന്ന വിദ്വേഷ ചിന്താഗതികൾ വേരുപിടിപ്പിക്കാനും ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ കവചമായി നമുക്ക് മുന്നിലുള്ളത് ഗുരുവിന്റെ ആശയങ്ങളാണ്. ഗുരുദർശനം ഒരിക്കലും വിട്ടുപോകാത്ത സ്വാധീനം എന്ന് എം മുകുന്ദൻ. എക്കാലവും തന്നെ സ്വാധീനിച്ച ദർശനം ശ്രീനാരായണ ഗുരുവിൻ്റേതാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരുദേവന്റെ സാന്നിധ്യം മലയാള സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ നടന്ന സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവം കുറ്റപത്രം സമർപ്പിച്ച് റെയിൽവേ പോലീസ്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട കേസിൽ റെയിൽവേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രതി സുരേഷ് കുമാറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. പുകവലി ചോദ്യം ചെയ്തതിനാണ് പ്രതി പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ടത്. 2025 നവംബർ 2 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വർക്കല അയന്തിക്ക് സമീപമാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന സുരേഷ് ട്രെയിനിൽ കയറുന്നതിന് മുൻപ് സുരേഷ് കുമാർ അമിതമായി മദ്യപിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കസ്റ്റഡി മരണം പോലീസിന് മനുഷ്യാവകാശ ലംഘനമല്ല. വിവരാവകാശ കമ്മീഷന് മുന്നിലും തിരുത്താതെ പോലീസ്. കസ്റ്റഡി മർദ്ദനം, മരണം തുടങ്ങിയ വിവരങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരില്ലെന്നും അത്തരം വിവരങ്ങൾ നൽകാനാവില്ലെന്നുമെന്നുള്ള മുൻ നിലപാട് തിരുത്താതെ പോലീസ്. കസ്റ്റഡി മർദ്ദനം, കസ്റ്റഡി മരണം തുടങ്ങിയവ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞ് ഇത്തരം വിവരങ്ങൾ വിവരാവകാശ അപേക്ഷയിൽ പോലീസ് നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ വിവരാവകാശ കമ്മീഷന് മുന്നിൽ മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായിരുന്ന അഡ്വക്കേറ്റ് D. ആസഫ് അലി നൽകിയ അപ്പീലിലുണ്ടായ മറുപടിയിലാണ് മുൻ നിലപാട് പോലീസ് ആവർത്തിച്ചത്. കസ്റ്റഡി മർദ്ദനവും മരണവും മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കാത്തതിന്റെ കാരണം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ചുമതല വഹിക്കുന്ന പോലീസ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടില്ല. 2006, 2013, 2016 വർഷങ്ങളിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും ഒഴിച്ചുള്ള വിവരങ്ങൾ ക്രൈം റെക്കോർഡ് ബ്യൂറോ നൽകേണ്ടതില്ലെന്നാണ് വിശദീകരണത്തിൽ ആവർത്തിക്കുന്നത്. ശബരിമലയിൽ യുവതി പ്രവേശനം. 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് സാധ്യത. നിർണായക പ്രതികരണവുമായി ചീഫ് ജസ്റ്റിസ്.
ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായക പ്രതികരണവുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. യുവതി പ്രവേശനം വിഷയമടക്കം പരിഗണിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപീകരിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളാണ് നിലവിലെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദമായി തുടരുന്നതിനിടയിലാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ദേശീയ തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത്. 2018 സെപ്റ്റംബറിലെ ശബരിമല യുവതി പ്രവേശനം വിധിക്ക് ശേഷം സുപ്രീം കോടതിയിൽ 1 വർഷത്തോളം നിയമ പോരാട്ടം നീണ്ടു. വിധി നടപ്പാക്കുന്നതിനെ പുനഃപരിശോധിക്കാൻ ഹർജികളെത്തി. എന്നാൽ പുനഃപരിശോധനാ ഹർജിയിൽ തീരുമാനമെടുക്കാതെ ഭരണഘടനാപരമായ വിഷയങ്ങൾ വിശാലമായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് സുപ്രീം കോടതി വിട്ടു. ഒടുവിൽ 2020 അന്നത്തെ ചീഫ് ജസ്റ്റിസ് S.A. ബോബ്ഡെ അധ്യക്ഷനായ 9 ബെഞ്ച് രൂപീകരിച്ച് ഉത്തരവിറക്കിയത്. ലെവ് വിട പറയുന്നു, വിനിമയത്തിന് യൂറോ. ലോകം 2026 ആഘോഷപൂർവ്വം വരവേൽക്കുമ്പോൾ ബൾഗേറിയയ്ക്ക് ഇത് കേവലം ഒരു പുതുവർഷം മാത്രമല്ല, സാമ്പത്തിക പരിവർത്തനത്തിന്റെ തുടക്കമാണ്. ഇക്കാലമത്രയും രാജ്യം ഉപയോഗിച്ചിരുന്ന ലെവ് എന്ന കറൻസി ഇന്ന് ചരിത്രമായി മാറുകയാണ്. ഇനി ബൾഗേറിയൻ ജനതയുടെ പോക്കറ്റുകളിൽ യൂറോ തിളങ്ങും. ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായി ബൾഗേറിയ മാറി. 2007 മുതൽ യൂറോപ്യൻ കറൻസി അംഗമാണെങ്കിലും സ്വന്തം കറൻസി ഉപേക്ഷിക്കാൻ ബൾഗേറിയയ്ക്ക് 19 വർഷം നീണ്ട കാത്തിരിപ്പ് വേണ്ടിവന്നു. ജനുവരിയിൽ മുഴുവൻ ലെവും യൂറോയും ഒരുപോലെ വിനിമയത്തിന് ഉപയോഗിക്കാമെങ്കിലും ഫെബ്രുവരി 1 മുതൽ യൂറോ മാത്രമായിരിക്കും ഔദ്യോഗിക കറൻസി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ 21-ന് അസമിൽ കിക്ക് ഓഫ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ 8ാം കിരീടം തേടുന്ന കേരളത്തിന്റെ ആദ്യ കളി 22-ന് പഞ്ചാബിനെതിരെയും. മുൻ ചാമ്പ്യന്മാരായ സർവീസസ്, റെയിൽവേസ്, ഒഡീഷ, മേഘാലയ ടീമുകൾ ഉൾപ്പെട്ട ബി ഗ്രൂപ്പിലാണ് കേരളം. 21-ന് അസമിലാണ് 12 ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റ് തുടങ്ങുന്നത്. 6 വീതം ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പോരാട്ടം. അസം തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നിന്ന് 8 മണിക്കൂറോളം യാത്രയുള്ള സിലപത്തർ, ദക്കോഖാന പട്ടണങ്ങളാണ് വേദി. കർഷക തൊഴിലാളി മുതൽ കറവക്കാർ വരെയുള്ളവർക്ക് മിനിമം വേതനം കൂട്ടി. ജിമ്മിലെ ജോലിക്കാർക്കും മിനിമം വേതനം. കർഷക തൊഴിലാളി മുതൽ കറവക്കാർ വരെയുള്ളവരുടെ മിനിമം വേതനം കൂട്ടി സർക്കാർ. ജിംനേഷ്യം ജീവനക്കാരെ മിനിമം വേതന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും തൊഴിൽ വകുപ്പ് തീരുമാനിച്ചു. തുക എത്രയെന്ന് നിശ്ചയിച്ചിട്ടില്ല. കർഷക തൊഴിലാളികൾ, ക്ഷീരമേഖലയിൽ തൊഴിലെടുക്കുന്നവർ തുടങ്ങിയവരുടെ വേതനം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017 മിനിമം വേതനം കൂട്ടിയിരുന്നു. 8 മണിക്കൂർ ജോലി കണക്കാക്കിയാണ് മിനിമം വേതനം. സംഭരണശാലകൾ, കണ്ടെയ്നർ, ചരക്കു സ്റ്റേഷൻ, പെയിന്റ് നിർമ്മാണ വ്യവസായം എന്നിവയിലെ ജീവനക്കാരെയും മിനിമം വേതന നിയമത്തിന്റെ പരിധിയിലാക്കി. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മേയർക്ക് ഗതാഗത മന്ത്രിയുടെ മറുപടി. 24 മണിക്കൂറിൽ 113 ബസ് തിരികെ തരാം, പകരം 150 എണ്ണം കൊണ്ടുവരും. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന് മറുപടിയായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 113 ബസ്സുകളിൽ ഒരെണ്ണം പോലും മറ്റ് ജില്ലകളിൽ ഓടില്ലെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ എല്ലാ ബസ്സുകളും തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു. പകരം 150 ബസ്സുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ഓടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 113 ഇലക്ട്രിക് ബസ്സുകൾ ഓടിച്ചിട്ടാണ് KSRTC ലാഭമുണ്ടാക്കുന്നതെന്ന പ്രചാരണം ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. KSRTC സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 113 ഇലക്ട്രിക് ബസ്സുകളാണ്. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള മറ്റ് 50 ബസ്സുകളും ഓടുന്നുണ്ട്. ഈ 113 ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിത്തന്നത് എന്നും ഇത് കേന്ദ്ര പദ്ധതിയുടേതാണെന്നും പറയാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും വിഹിതം 500 കോടി വീതമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വകയായ 135.7 കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നും പോകുന്നതാണ്. അപ്പോൾ പദ്ധതിയുടെ 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിൽ ഉടൻ ആരംഭിക്കും. രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഗുവാഹട്ടിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഉടൻ സർവീസ് ആരംഭിക്കും. മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചാണ് സ്ലീപ്പർ വണ്ടി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 1000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള യാത്രകൾക്കാണ് സ്ലീപ്പർ വന്ദേ ഭാരത് ഏർപ്പെടുത്തുന്നതെന്നും യാത്രക്കാർക്ക് ലോക നിലവാരമുള്ള സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ മെയ്ഡ് ഇൻ പാപ്പനംകോട്. മൂന്നാറിൽ സഞ്ചാരികളെ ത്രില്ലടിപ്പിച്ച് KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് മുന്നേറുമ്പോൾ അഭിമാനത്തിൽ പാപ്പനംകോട് സെൻട്രൽ വർക്സിലെ തൊഴിലാളികൾ. 30 തൊഴിലാളികളാണ് ബസ് മനോഹരമായി രൂപകൽപ്പന ചെയ്തത്. ആശയം മന്ത്രി KB ഗണേഷ് കുമാർ പങ്കുവച്ചപ്പോൾ പെയിന്റർ മഹേഷ് ഡിസൈൻ തയ്യാറാക്കി. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. ഗ്ലാസ് മാത്രമാണ് പുറത്തുനിന്ന് എത്തിച്ചത്. 9 മാസം മുൻപ് ആദ്യ റോയൽ റിവ്യൂ മൂന്നാറിലേക്കെത്തി. ഹിറ്റായതിനു പിന്നാലെയാണ് രണ്ടാമത്തെ ബസ്സും നിർമ്മിച്ചത്. ഇത് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൂന്നാറിൽ ഡബിൾ ഡെക്കർ അനുയോജ്യമല്ലെന്നും അപകടമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി പലരും രംഗത്തു വന്നിരുന്നു. പക്ഷേ റോയൽ വ്യൂ ചരിത്രമായി. ടിക്കറ്റിനായി ആളുകൾ തിരക്കു കൂട്ടുന്നു. ആദ്യ രണ്ടാമത്തേതിന് ആകാശനീല നൽകി. ആദ്യത്തേതിന് ബസ്സിൻ്റെ നിറം മെറ്റാലിക് ബ്ലൂ ആയിരുന്നു. കാഴ്ച കാണാനുള്ള സൗകര്യത്തിനായി കുറഞ്ഞ വേഗത്തിലാണ് സഞ്ചരിക്കുക. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നിവിടങ്ങളിൽ പോയി തിരികെ ഡിപ്പോയിലെത്തും. താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകൾ. ബസ് കഴിഞ്ഞ ദിവസം ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് മന്ത്രി KB ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരിച്ച് പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്കുള്ള യാത്ര തൊഴിലാളികൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷമാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള അണ്ടർ വാട്ടർ പരിശോധന പൂർത്തിയായി. 93ാമത് ശിവഗിരി തീർത്ഥാടനം സമാപിച്ചു. ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവം. കുറ്റപത്രം സമർപ്പിച്ച് റെയിൽവേ പോലീസ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി അശ്വിൻ 8E. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ബാലപ്രായത്തിൽ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം വൈഭവ് സൂര്യവംശി. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ഏത്? ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.